വിശ്വാസികളെ കയ്യിലെടുക്കാൻ തുനിഞ്ഞ് സർക്കാർ. പരാജയമായ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സംഗമത്തിനൊരുങ്ങുകയാണ് സാംസ്കാരിക വകുപ്പ്. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ 3 കേന്ദ്രങ്ങളിലാകും സംഗമം സംഘടിപ്പിക്കുക. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്, നോക്കൂ, ആചാര ലംഘനത്തിനും സ്ത്രീ പ്രവേശനത്തിനും ഒക്കെ കുടപിടിച്ച അതേ സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. എന്തിനുള്ള പുറപ്പാടാണ് സർക്കാർ? വിശ്വാസം, മൈത്രി, മാനവികത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇങ്ങനെയൊരു വിശ്വാസ സംഗമം എന്നൊരു രീതിയിലേക്ക് സർക്കാർ പോകുന്നത്. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം പരിപാടികളിലേക്ക് പോകുന്നത്. നമുക്ക് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അറിയാവുന്നതാണ്. സർക്കാർ ഈ പരിപാടി നടത്തുന്നതിന് മുൻപ് തന്നെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ നടത്തുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ അയ്യപ്പ സംഗമത്തെ പറ്റിയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പിന്നാലെ അതിനുവേണ്ടി ഹൈക്കോടതി അടക്കം ഇടപെടുകയും ഹൈക്കോടതി അതിൽ സർക്കാരിൻ്റെയോ ദേവസ്വത്തിൻ്റെയോ പണം ചെലവഴിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ പിന്നീട് ഈ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് VIP-കളേക്ക് ഇറക്കി പരിപാടി നടത്തി. അവസാനം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പോലും ആളില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ആകെ മൊത്തം പണം ചെലവാക്കി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയും അത് പിന്നീട് നാണക്കേടിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിശ്വാസികളെ മുഴുവൻ കയ്യിലെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിശ്വാസ സംഗമങ്ങൾ എന്ന പേരിലുള്ള പരിപാടിയിലേക്ക് സർക്കാർ പോകുന്നത്. അത് 3 വിഷയങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വാസ, മാനവികത എന്നുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മേളനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ മതവിശ്വാസികൾ, അങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ നിന്നുള്ള മറ്റ് സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, കായിക രംഗത്തുള്ള ആളുകൾ എന്നിവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു മാതൃകയിൽ ഈ രീതിയിലുള്ള ഒരു 3 സംഗമങ്ങളായി നടത്തുന്നതിൽ നവംബർ 4-ന് കോഴിക്കോട് വെച്ച ഒരു പരിപാടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നു കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടായിരിക്കും ഈ പരിപാടികൾ സംഘടിപ്പിക്കുക. നേരത്തെ അയ്യപ്പ സംഗമത്തിന് പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇതിൻ്റെ അനുബന്ധ പരിപാടികളും സർക്കാർ സംഘടിപ്പിക്കും. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ പണം ചെലവഴിച്ചുകൊണ്ടൊരു മാമാങ്കം ഇത് രീതിയിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോഴും സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പരമാവധി ദൈവവിശ്വാസികളുടെ, മതവിശ്വാസികളുടെയൊക്കെ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ളൊരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും അയ്യപ്പ സംഗമത്തിനേറ്റ തിരിച്ചടി പോലെ ഈ വിശ്വാസ സംഗമത്തിനും തിരിച്ചടി ഏൽക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. അശ്വതി. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.